ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് നമ്മൾ ഒരു ചേന പൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചേന ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കി ഇങ്ങോട്ട് എടുത്തോളി. ഈ ഒരു പൊരി ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ സൈഡായിട്ട് വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സൂപ്പറാ. പിന്നെ ഒരു കാര്യം, നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ ഇതൊന്ന് കടിച്ചു കൂട്ടിയാണ്ടല്ലോ ഒരു രക്ഷയില്ല. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ചേന കൈമ തട്ടിയാൽ ചൊറിയുക എന്നുള്ളത്. അതൊരു പരിധി വരെ നമ്മൾ കുറക്കണമെങ്കിൽ ചേന തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകുക. അരിഞ്ഞതിന് ശേഷം കഴുകാൻ നിൽക്കരുത്. അരിഞ്ഞതിന് ശേഷം കഴുകുമ്പോഴാണ്, ആ വെള്ളത്തിൽ കഴുകുമ്പോഴാണ് ഏറെ ചൊറിച്ചിൽ വരിക. അപ്പം നല്ലോണം കഴുകിയതിന് ശേഷം ഇതുപോലെ ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ സ്ക്വയർ ആയാലും ഒരു കുഴപ്പമില്ല. ഒന്നിച്ച് അരിയണതിനെക്കാട്ടിൽ നല്ലത് ഒരു 3 4 ഒക്കെ ഒപ്പെടുത്ത് ഇങ്ങോട്ട് അരിയാണെങ്കിൽ നമ്മളെ പണി എളുപ്പം തീരും. ഈ ചേനൻ്റെ ബാക്കി ഇന്നലെ ഞാനൊരു കറി വെച്ചിട്ടുണ്ടായി. പെട്ടെന്ന് വേകണ നല്ല കിടുക്കാച്ചി ചേന തന്നെയാണ്. ഒരു കാര്യം പറയാൻ ഞാൻ മറന്നിരിക്കുന്നത്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടണും കൂടാതെ ബെല്ലൈക്കൻ്റെ ഓളും കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ അരിച്ചിലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യം 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് സാദാ ചില്ലിയും കാശ്മീരി ചില്ലിയും പാടെ കൂട്ടിപ്പൊടിച്ചതായതുകൊണ്ട് എരിവ് കയറൂല, നല്ല കളറും കിട്ടും. കൂടെ ഒരു 1/4 ടീസ്പൂൺ കുറച്ചധികണ്ടേ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതൊരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട്, പിന്നെ ഇതിലേക്ക് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങയും കൂടി പിഴിയുന്നുണ്ട്. നല്ല ടേസ്റ്റാട്ടോ നാരങ്ങ പിഴിഞ്ഞാൽ. ഇനി ഇത് നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ച് യോജിപ്പിച്ച് കൊടുക്കുക. അത് ചേന പൊട്ടിപ്പോകരുത് കേട്ടോ. നമ്മൾ കുഴക്കുമ്പോൾ ഇങ്ങനെ നീളത്തിൽ അരിയണതായതുകൊണ്ടേ പൊട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പൊട്ടാതെ നല്ലോണം കുഴച്ചെടുക്കുക. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതെന്നൊരാവശ്യമില്ല. ഇതാ കണ്ടാലറിയാം, ഓരോ ചേനയിലേക്കും മസാലയൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. ഇനി ചൂടായ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കൂടെ നമ്മൾ ഫസ്റ്റ് ചെയ്യണത് കുറച്ച് കറിവേപ്പ് ഇതുപോലെ പൊരിച്ചെടുക്കുകയാണ്. ശേഷം ആ കിലിപ്പിലാന്നുള്ള സൗണ്ട് കേൾക്കോളം നല്ലോണം നെയ്യേറ്റ് നിൽക്കുക. അത് ഈ ചേനൻ്റെ കൂടെ ഈ കറിവേപ്പും കടിച്ചു തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചേന പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കറിവേപ്പ് പൊരിച്ച എണ്ണ ആയതുകൊണ്ട് ആ കറിവേപ്പിൻ്റെ ഒരു ഫ്ലേവറും ഇതിലേക്ക് കിട്ടും. ഇനി ഇത് എല്ലാം മൊത്തത്തിൽ കുറച്ച് 2 ട്രിപ്പായിട്ടൊന്നുമല്ല, മൊത്തത്തിൽ ഇങ്ങോട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കുക. ഇതിനി ഇപ്പം തന്നെ ഇളക്കി കൊടുക്കണ്ട, ഒന്ന് അടച്ച് വെച്ച് ആവി കയറിയതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. എനിക്ക് ഇളക്കണ പരിപാടി വളരെ കുറവാണ്. ഞാനിതുപോലെ കുടഞ്ഞു കൊടുക്കാറാണ് പതിവ്. അതാണ് ഒന്നുകൂടി എളുപ്പം. അപ്പോൾ ഓരോ ചേനക്കും വേവിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കുടഞ്ഞു കൊടുത്ത് ചേന നന്നായിട്ട് വേവിച്ചെടുക്കുക. അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട. ഇതന്നെ ഇതിൽ കടന്ന് തന്നെ നല്ലോണം വെന്ത് അത്യാവശ്യം നെരിഞ്ഞത് നമുക്ക് കിട്ടും. ഇതെത്ര സമയം വേവിക്കണം എന്നുള്ളത് കറക്റ്റ് ഞാൻ സമയം പറയണില്ല, കാരണം ഓരോ ചേനക്കും ഓരോ വേവാണ്. ഞാൻ പറഞ്ഞില്ല ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന ചേനയാണെന്ന്. അപ്പം ഇനി വെന്തോന്ന് ഉറപ്പ് വരുത്താൻ ഇടക്കൊന്നെടുത്ത് പൊട്ടിച്ച് നോക്കിയാൽ മതി. അപ്പം തന്നെ നമുക്ക് നല്ലോണം വെന്തോ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാം. ഞാൻ ആദ്യം ഒന്ന് എടുത്ത് കൈയൊന്ന് പൊള്ളി രണ്ടാമത് ഇതാക്കണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്. ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് നെരിഞ്ഞന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധനം കണ്ടാലറിയാലോ. ശേഷം ഇനി നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള കറിവേപ്പും കൂടെ അതിൻ്റെ മേലെ കൂടെ വെതറിയാൽ കിടുക്കാച്ചി ടേസ്റ്റ്. അപ്പോൾ ഈ കറിവേപ്പും ഇങ്ങനെ പൊരിക്കണോണ്ട് കഴിക്കട്ടോ. കറിവേപ്പിനും ഉണ്ടൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. ഇതിനി എന്ത് തക്കാരങ്ങളിൽ പോലും മുന്നേക്ക് വെച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കിടുക്കാച്ചി ഐറ്റംസ് തന്നെയാണിത്. ഈ ഒരു ചേനപ്പൊരി ഉണ്ടാക്കുന്ന ദിവസം ഇവിടെ അന്തിക്കും അധികം ചോറ കഴിക്കുക, ചപ്പാത്തി ഒഴിവാക്കി കണ്ട്. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു സാധനം കേട്ടോ. എൻ്റെ വർത്താനം കുറച്ച് സ്പീഡ് കൂടുതലാണ്. നിങ്ങൾക്ക് മനസ്സിലാകണുണ്ടോ എന്നുള്ളത് കമൻറ്റ് കൂടെ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇതുപോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂട്ടിക്കോളി. അപ്പോൾ ഇതുപോലെയുള്ള കിടുക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.